ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് ട്യൂസ്ഡേ ഗൈഡൻസ് ആണ്, അതായത് April 29 എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം ട്യൂസ്ഡേയുടെ എനർജി എന്താണെന്ന്. ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള ഇന്നത്തെ മെയിൻ ഗൈഡൻസ് എന്താണ്? താങ്ക് യു. ഓക്കെ, ഇവിടെ 2 കാർഡ്സാണ് വന്നേക്കുന്നത്. ലോർഡ് സ്റ്റോൺ ആൻഡ് ഗ്രീൻ ഡൈഡ് അഗേറ്റ് ആണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ഗൈഡൻസ് വന്നിട്ട് കുറച്ചും കൂടെ അലേർട്ടായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത്, അതിൽ കുറച്ചും കൂടെ അവെയർ ആയിട്ടിരിക്കാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക മെസ്സേജസ് ഓൾറെഡി ലഭിച്ചിട്ടുണ്ടാകാം. കുറച്ച് പേർക്ക് ഡ്രീംസ് ത്രൂ ആയിരിക്കാം. വേറെ എന്തെങ്കിലും അലേർട്ട്, റെഡ് ഫ്ലാഗ്സിൻ്റെ എനർജി നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ എനർജീസ് വരുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാതിരിക്കുക. ചില മെസ്സേജസ് നെഗറ്റീവ് ആകണം എന്നില്ല, ജസ്റ്റ് ഒരു വാർണിംഗ് ആയിരിക്കാം, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അവിടെയെല്ലാം കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റൻഷനാണ്, നിങ്ങൾ എന്ത് മനോഭാവത്തിലാണ് ഇരിക്കുന്നത്, എന്ത് എനർജിയിൽ ഇരുന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു ഇൻറ്റൻഷൻ, അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. മൈൻഡ്, ബോഡി, സ്പിരിറ്റിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും ചാലഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്, അവിടെ ഒരു മാറ്റങ്ങൾ, ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓവറോൾ പ്യൂരിഫിക്കേഷൻ്റെ എനർജി, ക്ലെൻസിങ്ങിൻ്റെ എനർജി, എന്തെങ്കിലുമൊക്കെ അൺവോണ്ടഡ് ആയിട്ടുള്ള എനർജീസ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്നത്, കുറച്ച് സമയം തൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്, അതെല്ലാം ഒത്തിരി ഗ്രൗണ്ടഡ് ആയിട്ട് നിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് വാട്ടറാണ്. ഓക്കെ, വാട്ടർ സ്പേസിൽ പോകുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ഓവറോൾ എനർജി നോക്കാം ഇന്നത്തെ. താങ്ക് യു. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി ഹീലിംഗ് എനർജിയാണ് വരുന്നത്. പ്രത്യേകിച്ചും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ ഒത്തിരി ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ബോൾഡായിട്ട് ലൈഫിനെ ഫേസ് ചെയ്യാനായിട്ട്, ചാലഞ്ചസ് വരുമ്പോൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് സ്വീകരിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ കുറേ കൂടെ നിങ്ങൾക്ക് ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ കുറേ കൂടെ ഇന്നത്തെ ദിവസം സ്നേഹം, കമ്പാഷൻ്റെ എനർജി, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജാണ്, അതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു മെസ്സേജ് പറയുന്ന വ്യക്തി, ആ ഒരു വ്യക്തിയോട് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം മെസ്സേജാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ആൻസറിന് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷന് കുറച്ചും കൂടെ വാല്യൂ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി ന്യൂ എക്സ്പീരിയൻസ്, പുതിയ പുതിയ എക്സ്പീരിയൻസ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ പുതിയ എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് ഓൾറെഡി കടന്നു വന്നിട്ടുണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ചൊരു എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഇന്നത്തെ ദിവസം ഒത്തിരി നിങ്ങളുടെ വർക്കിൽ, നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വർക്ക് ചെയ്യുക, അവിടെ കുറച്ചൊരു പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട്, അബണ്ടൻസ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ലൗഡ് വൺസിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ടും ശ്രമിക്കുക.
കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷനാണ്, അവിടെയും കുറച്ചൊരു പോസിറ്റിവിറ്റി ആഡ് ചെയ്യുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ്, എന്തെങ്കിലും ഹീലിംഗ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ചാപ്റ്റർ ക്ലോസ് ആകുന്നതായിട്ട്, എൻഡ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത എനർജീസ് ഉണ്ടെങ്കിൽ കുറച്ച് പേര് ആ ഒരു കാര്യങ്ങൾ എൻഡ് ചെയ്യുന്നതായിട്ടും അവിടെ കുറച്ചും കൂടെ സ്നേഹം, പീസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി ഹീലിങ്ങിൻ്റെ എനർജി, പീസിൻ്റെ എനർജി കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ സ്ട്രെങ്ത്താണ്, നിങ്ങളുടെ പവറാണ്. അത് നിങ്ങളെ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട്, കാര്യങ്ങൾ നേടാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എനർജീസ് നൽകുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേ എനർജി എന്താണെന്ന്. ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്കുള്ള ട്യൂസ്ഡേ ഗൈഡൻസ് എന്താണ്? താങ്ക് യു. ഇവിടെ പിക്കാസോ സ്റ്റോണാണ്, ക്രിയേറ്റിവിറ്റിയുടെ എനർജിയാണ് വരുന്നത്. അവിടെ കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. അവിടെ കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി, വ്യക്തതയോടുകൂടി കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് അഗെയിൻ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ബോൾഡായിട്ടുള്ള എനർജിയിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ എനർജി നിങ്ങൾ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും എനർജീസാണ്, സീക്രൽ ചക്ര ഹീലിംഗ് ആണ്. അപ്പോൾ അത് റിലീസ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ ഇന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് അക്സെപ്റ്റ് ദാറ്റ് യു ഹാവ് ദ പവർ ടു ഡിഫൈൻ യുവർ ഡെസ്റ്റിനി, ഫെയ്ത്ത് ആൻഡ് റിയാലിറ്റി ത്രൂ യുവർ ഫോക്കസ് ആൻഡ് ഇമാജിനേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധ എവിടെയാണോ കൊടുക്കുന്നത്, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ ഇമാജിൻ ചെയ്യുന്നത്, അത് വളരെ പവർഫുള്ളാണ്. അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി, ഫെയ്ത്ത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള എനർജി, കുറച്ചും കൂടെ അവെയർനെസ്സോട് കൂടി കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ വിസ്ഡം കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് അതിന് നിങ്ങളുടെ ഉള്ളിലോട്ട് തിരിയുന്നത്, കുറച്ചും കൂടെ മെഡിറ്റേറ്റീവ് എനർജിയിലിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ഇന്നത്തെ ഓവറോൾ എനർജി നോക്കാം. പായൽ നമ്പർ 2ൻ്റെ ഓക്കെ, ഇവിടെ ക്യൂൺ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു ദിവസം ഒത്തിരി ഹീലിങ്ങിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഗുരുക്കന്മാരുടെ എനർജിയും ഫോക്കസിൽ വരുന്നുണ്ട്. അവരുടെ വേർഡ്സ്, അവരുടെ എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട്, ഒത്തിരി കോൺഫിഡൻസ് ലെവലിലോട്ട് മാറ്റാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു ന്യൂ പോർട്ടൽ, ന്യൂ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നതാണ് ഹീലിങ്ങിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ എനർജീസ്, വിഷമങ്ങൾ, ജലസിയുടെ എനർജി, എന്തെങ്കിലുമൊക്കെ ചതി വഞ്ചനയുടെ എനർജി ആയിരിക്കാം. അത് ഹീൽ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഓവറോൾ പറയുന്നത് ഹീലിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യുക. കുറച്ച് പേർക്ക് ഒത്തിരി പുണ്യത്തിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പുണ്യം ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലെ പുണ്യ കർമ്മങ്ങൾ, അത് നിങ്ങളുടെ അടുത്തോട്ട് ഒത്തിരി പോസിറ്റീവ് എനർജീനെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി, ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഫാമിലിയിലെ മുതിർന്നവർ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള വ്യക്തികളായിരിക്കാം. അവരെന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്ത് എന്താണ്, അതിൽ നിന്നും എനിക്ക് എന്ത് ലേൺ ചെയ്യാനായിട്ട് സാധിക്കും, അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുക. ഓവറോൾ നിങ്ങളുടെ റിലേഷൻഷിപ്സിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ്, കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കുക. ഈ ഒരു ദിവസം വന്നിട്ട് ഫാമിലി, ഹോമിന് കുറച്ചും കൂടെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് മണി സ്പെൻഡ് ചെയ്യുന്ന രീതിയും ആയിരിക്കാം, അവിടെയും ശ്രദ്ധിക്കുക. 9 ഓഫ് കപ്സിൽ ഒത്തിരി വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്, ഒത്തിരി ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കാം. പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാതെ വരുന്ന എന്തെങ്കിലും ഡ്രീംസ് ആയിരിക്കാം. അത് നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം.
കണ്ടോ, എഗെയിൻ ഇവിടെ ഹാപ്പിനെസ്, സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്. പാസ്റ്റിലെ കർമ്മ, പാസ്റ്റിലെ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യാനായിട്ട് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഓവറോൾ തീം വന്നിട്ട് നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിശക്തി നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചാനൽ ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഒത്തിരി വിസ്ഡം ഉണ്ടാകാം, ഒത്തിരി അറിവുണ്ടാകാം. അത് കുറച്ച് പേര് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഓവറോൾ നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഞാൻ അബണ്ടൻ്റ് ആണ്, എൻ്റെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജീസ് ഉണ്ട്, അത് ഞാൻ എംബ്രേസ് ചെയ്യുന്നതാണ്, അത് ഞാൻ ഉൾക്കൊള്ളുന്നതാണ്, മനസ്സിലാക്കുന്നതാണ്. ആ ഒരു എനർജിയിലിരിക്കാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ പല സിറ്റുവേഷൻസും തരണം ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ചും മണി, ഫിനാൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് ഹീൽ ചെയ്യാനായിട്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അബണ്ടൻ്റ് എനർജി പോസിറ്റീവ് എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ വേർഡ്സ്, നിങ്ങളുടെ ആക്ഷൻസ് മറ്റുള്ളവർക്ക് ഹീലിംഗ് ആയിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് എൻഡ് ചെയ്യാനായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം ലഭിക്കുന്നതാണ്. കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദിവസമായിട്ടും എനിക്ക് ഈ ഒരു ദിവസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.